സ്റ്റുവർട്ട് ലിറ്റിൽ. അധ്യായം 5. രക്ഷാപ്രവർത്തനം. അടുക്കളയിലെ തറ പൊളിച്ച് സ്റ്റുവർട്ടിനെ രക്ഷിക്കാൻ ജോർജ് തയ്യാറെടുത്തു. അവൻ ചുറ്റികയും സ്ക്രൂ ഡ്രൈവറും ഐസ് പിക്കും എടുത്തുകൊണ്ടുവന്നു. ഈ തറ ഞാൻ പെട്ടെന്ന് തന്നെ പൊളിച്ചെടുക്കാം, ജോർജ് പറഞ്ഞു. ആദ്യത്തെ പലകയുടെ അരികിൽ സ്ക്രൂ ഡ്രൈവർ തിരുകി അവൻ ശക്തിയായി തള്ളി. നന്നായി തെരഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഈ തറ പൊളിക്കുകയുള്ളൂ, മിസ്റ്റർ ലിറ്റിൽ കർശനമായി പറഞ്ഞു. അതാണ് എന്റെ തീരുമാനം, ജോർജ്. ആ ചുറ്റിക എടുത്ത സ്ഥലത്ത് തന്നെ വെച്ചേക്ക്. ഓ ശരി, ജോർജ് പറഞ്ഞു. ഈ വീട്ടിൽ എന്നെ മാത്രമേ സ്റ്റുവർട്ടിനെ കുറിച്ച് ചിന്തയുള്ളൂ എന്ന് തോന്നുന്നു. മിസ്സിസ് ലിറ്റിൽ കരയാൻ തുടങ്ങി. എന്റെ പാവം കൊച്ചുമോൻ, അവൾ പറഞ്ഞു. അവൻ എവിടെയെങ്കിലും കുടുങ്ങിപ്പോയിട്ടുണ്ടാകും. നിനക്ക് സുഖമായി ഒരു എലിമാളത്തിൽ യാത്ര ചെയ്യാൻ കഴിയില്ല എന്നത് സ്റ്റുവർട്ടിന് അത് അനുയോജ്യമല്ല എന്ന് അർത്ഥമാക്കുന്നില്ല, മിസ്റ്റർ ലിറ്റിൽ പറഞ്ഞു. നീ അനാവശ്യമായി വിഷമിക്കാതെ. നമുക്കവന് കുറച്ച് ഭക്ഷണം ഇറക്കി കൊടുത്താലോ, ജോർജ് നിർദ്ദേശിച്ചു. ഒരു ഗുഹയിൽ കുടുങ്ങിയപ്പോൾ പോലീസ് അങ്ങനെയാണ് ചെയ്തത്. ജോർജ് അടുക്കളയിലേക്ക് ഓടിപ്പോയി കുറച്ച് ആപ്പിൾ സോസുമായി തിരിച്ചെത്തി. നമുക്കിത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം, അത് താഴേക്ക് അവനരികിൽ എത്തിച്ചേരും. ജോർജ് ഒരു സ്പൂൺ ആപ്പിൾ സോസ് എടുത്ത് മാളത്തിലേക്ക് ഒഴിക്കാൻ തുടങ്ങി. നിർത്തൂ, മിസ്റ്റർ ലിറ്റിൽ അലറി. ജോർജ്, ദയവായി ഈ വിഷയം കൈകാര്യം ചെയ്യാൻ എന്നെ അനുവദിക്കാമോ? ആ ആപ്പിൾ സോസ് ഉടൻ തന്നെ എടുത്തുവെക്ക്. മിസ്റ്റർ ലിറ്റിൽ ജോർജിനെ രൂക്ഷമായി നോക്കി. ഞാൻ എന്റെ സ്വന്തം സഹോദരനെ സഹായിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ജോർജ് തലകുലുക്കി ആപ്പിൾ സോസുമായി അടുക്കളയിലേക്ക് മടങ്ങി. നമുക്കെല്ലാവർക്കും സ്റ്റുവർട്ടിനെ വിളിക്കാം, മിസ്സിസ് ലിറ്റിൽ നിർദ്ദേശിച്ചു. എലിമാളം വളഞ്ഞും പുളഞ്ഞും കിടക്കുന്നതുകൊണ്ട് അവന് വഴി തെറ്റിയിട്ടുണ്ടാകാം. വളരെ ശരി, മിസ്റ്റർ ലിറ്റിൽ പറഞ്ഞു. ഞാൻ 3 വരെ എണ്ണും, എന്നിട്ട് നമുക്കെല്ലാവർക്കും വിളിക്കാം. എന്നിട്ട് 3 സെക്കൻഡ് നിശബ്ദമായി നിന്ന് മറുപടി കേൾക്കാൻ ശ്രമിക്കാം. അദ്ദേഹം തന്റെ വാച്ച് പുറത്തെടുത്തു. മിസ്റ്റർ, മിസ്സിസ് ലിറ്റിൽ, ജോർജ് എന്നിവർ കൈകളും കാൽമുട്ടുകളും കുത്തി എലിമാളത്തിനോടടുത്ത് മുഖം വെച്ചു. എന്നിട്ട് അവരെല്ലാവരും വിളിച്ചു, സ്റ്റുവാർട്ട്. തുടർന്ന് 3 സെക്കൻഡ് അവർ നിശബ്ദരായി നിന്നു. ചുരുണ്ടുകൂടിയ ഷേഡിനുള്ളിലെ ഞെരുങ്ങിയ അവസ്ഥയിൽ നിന്ന് സ്റ്റുവർട്ട് അടുക്കളയിൽ നിന്നുള്ള അവരുടെ വിളി കേട്ടു. ഞാനിവിടെയുണ്ട് എന്ന് മറുപടി വിളിച്ചു. പക്ഷേ അവന്റെ ശബ്ദം വളരെ ദുർബലമായിരുന്നതുകൊണ്ടും ഷേഡിനുള്ളിൽ വളരെ അകലെയായിരുന്നതുകൊണ്ടും കുടുംബാംഗങ്ങൾ ആ വിളി കേട്ടില്ല. ഒന്നുകൂടി, മിസ്റ്റർ ലിറ്റിൽ പറഞ്ഞു. 1 2 3 സ്റ്റുവാർട്ട്. കാര്യമുണ്ടായില്ല. ഒരു മറുപടിയും കേട്ടില്ല. മിസ്സിസ് ലിറ്റിൽ അവളുടെ കിടപ്പുമുറിയിലേക്ക് പോയി കിടന്ന് തേങ്ങിക്കരഞ്ഞു. മിസ്റ്റർ ലിറ്റിൽ ഫോൺ എടുത്ത് കാണാതായവരെ കണ്ടെത്താനുള്ള ബ്യൂറോയിലേക്ക് വിളിച്ചു. പക്ഷേ സ്റ്റുവർട്ടിന്റെ വിവരണം ചോദിച്ചപ്പോൾ അവന്റെ ഉയരം 2 ഇഞ്ച് മാത്രമാണെന്ന് കേട്ടപ്പോൾ അവർ ഫോൺ ദേഷ്യത്തോടെ വെച്ചു. അതേസമയം ജോർജ് നിലവറയിലേക്ക് പോയി എലിമാളത്തിന്റെ മറ്റൊരു പ്രവേശന കവാടം കണ്ടെത്താൻ ശ്രമിച്ചു. ഭിത്തിയുടെ ഏറ്റവും സാധ്യതയുള്ള ഭാഗത്തേക്ക് എത്താൻ വേണ്ടി അയാൾ ധാരാളം പെട്ടികളും സ്യൂട്ട് കേസുകളും പൂച്ചട്ടികളും കുട്ടകളും പെട്ടികളും ഒടിഞ്ഞ കസേരകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. പക്ഷേ ഒരു മാളവും കണ്ടെത്തിയില്ല. എന്നിരുന്നാലും മിസ്റ്റർ ലിറ്റിലിന്റെ പഴയതും ഉപേക്ഷിച്ചതുമായ ഒരു റോയിങ് മെഷീൻ കണ്ടപ്പോൾ അയാൾക്കതിൽ താല്പര്യമായി. അത് വളരെ ബുദ്ധിമുട്ടി മുകളിലേക്ക് കൊണ്ടുവന്ന് ബാക്കി സമയം മുഴുവൻ അയാൾ റോയിങ് ചെയ്തു. ഉച്ചഭക്ഷണ സമയമായപ്പോൾ എല്ലാവരും പ്രഭാത ഭക്ഷണത്തെക്കുറിച്ച് മറന്നുപോയിരുന്നു. മൂവരും മിസ്സിസ് ലിറ്റിൽ തയ്യാറാക്കിയ ഒരു ആട്ടിൻകുട്ടിയുടെ കറിയുമായി ലാം സ്റ്റൂ ഇരുന്നു. അതൊരു ദുഃഖം നിറഞ്ഞ ഭക്ഷണമായിരുന്നു. കാരണം സ്റ്റുവർട്ട് എപ്പോഴും ഇരിക്കാറുള്ള മിസ്സിസ് ലിറ്റിലിന്റെ ഗ്ലാസ് വെള്ളത്തിനടുത്തുള്ള ചെറിയ ഒഴിഞ്ഞ കസേരയിലേക്ക് ആരും നോക്കാതിരിക്കാൻ ശ്രമിച്ചു. ആ ദുഃഖത്തിൽ ആർക്കും ഒന്നും കഴിക്കാൻ കഴിഞ്ഞില്ല. ജോർജ് മാത്രം അല്പം മധുരം കഴിച്ചു, മറ്റൊന്നും കഴിച്ചില്ല. ഉച്ചഭക്ഷണം കഴിഞ്ഞപ്പോൾ മിസ്സിസ് ലിറ്റിൽ വീണ്ടും കരയാൻ തുടങ്ങി. സ്റ്റുവർട്ട് മരിച്ചിട്ടുണ്ടാകുമെന്ന് പറഞ്ഞു. അസംബന്ധം, അസംബന്ധം, മിസ്റ്റർ ലിറ്റിൽ മുരണ്ടു. അവൻ മരിച്ചിട്ടുണ്ടെങ്കിൽ, ജോർജ് പറഞ്ഞു, വീട്ടിലെ എല്ലാ ഷേഡുകളും നമ്മൾ താഴ്ത്തണം. ഇത് പറഞ്ഞ് അവൻ ജനലുകളിലേക്ക് ഓടിച്ചെന്ന് ഷേഡുകൾ താഴ്ത്താൻ തുടങ്ങി. ജോർജ്, മിസ്റ്റർ ലിറ്റിൽ ദേഷ്യത്തോടെ അലറി. നീ ഈ മണ്ടത്തരം കാണിക്കുന്നത് നിർത്തിയില്ലെങ്കിൽ എനിക്ക് നിന്നെ ശിക്ഷിക്കേണ്ടി വരും. നിന്റെ ഈ മണ്ടത്തരങ്ങൾ സഹിക്കാൻ മാത്രം ഞങ്ങൾക്കിന്ന് വേറെയും വിഷമങ്ങളുണ്ട്. പക്ഷേ ജോർജ് ഇതിനകം സ്വീകരണ മുറിയിലേക്ക് ഓടിച്ചെന്ന് മരിച്ചവരോടുള്ള ബഹുമാനം കാണിക്കാനായി മുറി ഇരുട്ടാക്കാൻ തുടങ്ങി. അവനൊരു ചരട് വലിച്ചു. അതോടെ സ്റ്റുവർട്ട് ജനൽപ്പാളിയിലേക്ക് താഴേക്ക് വീണു. ഓ ദൈവമേ, ജോർജ് പറഞ്ഞു. അമ്മേ, ആരിവിടെ ഉണ്ടെന്ന് നോക്കൂ. ആരെങ്കിലും ആ ഷെയ്ഡ് താഴ്ത്തിയത് നന്നായി, സ്റ്റുവർട്ട് പറഞ്ഞു. അത്രയേ എനിക്ക് പറയാനുള്ളൂ. അവൻ തീർത്തും ക്ഷീണിതനും വിശന്നവനുമായിരുന്നു. മിസ്സിസ് ലിറ്റിൽ അവനെ കണ്ട സന്തോഷത്തിൽ കരച്ചിൽ നിർത്തിയില്ല. തീർച്ചയായും ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് എല്ലാവർക്കും അറിയണമായിരുന്നു. ഇതൊരു അപകടം മാത്രമായിരുന്നു, ആർക്കും സംഭവിക്കാവുന്ന ഒന്ന്, സ്റ്റുവർട്ട് പറഞ്ഞു. എന്റെ തൊപ്പിയും വടിയും എലിമാളത്തിന്റെ പ്രവേശന കവാടത്തിൽ കണ്ടതിനെക്കുറിച്ച് നിങ്ങൾക്ക് സ്വന്തമായി നിഗമനങ്ങളിൽ എത്താം.